ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ നടൻ ദുൽഖറിനെതിരെ കസ്റ്റംസ് നടപടി തുടരും. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ദുൽഖറിന്റെ 4 കാറുകൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഈ വിഷയത്തിൽ ഇനിയും ദുൽഖറിന്റെ പല വാദങ്ങളും അംഗീകരിക്കാൻ കസ്റ്റംസിന് സാധിക്കുന്നില്ല. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതാണ്. ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നാണോ? കൂടുതൽ കടുപ്പത്തിലുള്ള നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ദുൽഖറിനെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖറിന്റെ കാറുകൾ നേരത്തെ പിടിച്ചിരുന്നു. ആ കാറുകൾ കോടതി മുഖേന ബാങ്ക് ഗ്യാരണ്ടി നൽകിക്കൊണ്ട് വ്യവസ്ഥകൾ മുഖേന വിട്ടുകൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിൽ ഇതിൻ്റെ ഇടനിലക്കാരടക്കമുള്ള ആളുകളെ പിടികൂടി. ഈ കേസിൽ ആകെ ഇന്ത്യയിൽ നിന്നാകെയായിട്ട് 50 കാറുകളാണ് ഈ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായിട്ട് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 7 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുൽഖറിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ദുൽഖറിനെ വൈകിട്ട് എറണാകുളത്തെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുകയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിൽ ദുൽഖർ നൽകിയിരിക്കുന്നൊരു മൊഴി തനിക്ക് ഈ കാറുകൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചതാണ്, അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായി എത്തിച്ചതാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു. തൻ്റെ പക്കൽ ഇതിൻ്റെ മറ്റു രേഖകളുമെല്ലാം തന്നെയുണ്ട്. ഇടനിലക്കാർ ഇത് ഉപയോഗിച്ചിരുന്ന കാറുകൾ എന്ന രീതിയിലാണ് തന്നെ സമീപിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. അതിന് മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ എങ്ങനെ വന്നു, എങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ നിയമവിരുദ്ധമായി എത്തിക്കുക, ഇതൊന്നും തനിക്കറിയില്ല. തൻ്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ താനിത് വാങ്ങുമ്പോഴേക്കും അതിന് ആധികാരികമായ അതിൻ്റെ മറ്റ് രേഖകളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് മറ്റ് വാങ്ങിയവരുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കാരണം ഇതിനിടയിൽ കൂടുതൽ ലാഭമുണ്ടാക്കുകയും കള്ളക്കടത്ത് നടത്തുകയും ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇടനിലക്കാരും അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്ന ഏജന്റുമാരും എല്ലാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് സമാനമായ മൊഴി തന്നെയാണ് ദുൽഖറും നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് നേരത്തെ കാറ് ദുൽഖറിനെ വിട്ടു നൽകുകയും ചെയ്തിരുന്നത്. ഏതായാലും ദുൽഖറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ് അത് പരിശോധിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതുപോലുള്ള ഇപ്പോൾ ഈ വാഹനങ്ങൾ സ്വന്തമാക്കിയ മറ്റു പലരെയും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരുന്നു. അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആരുടെ പക്കൽ നിന്നാണ് ഈ കാറുകൾ വാങ്ങിയത്, എത്ര രൂപയാണ് ഇത് നൽകി, ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്യുന്നു. ആ നടപടികളുടെ ഒരു തുടർച്ച തന്നെയാണ് ദുൽഖറിൻ്റെ ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടുള്ളത്. ദുൽഖർ പറഞ്ഞിരിക്കുന്നതാണ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ അറിയില്ല. ഒരു ഏജന്റ് സമീപിച്ചിരുന്നു, അതിനനുസരിച്ചാണ് വാഹന കച്ചവടക്കാർ സമീപിച്ചിരുന്നു, അതിനനുസരിച്ചാണ് താൻ വാങ്ങുകയും ചെയ്തത്. തനിക്ക് വാഹനത്തോടുള്ള ഒരു ഭ്രമവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് മറ്റു പല വാഹനങ്ങളും വാങ്ങുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഈ ഒരു പഴയ വാഹനങ്ങൾ, ഒരു ആൻറ്റിക് പീസ് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന പല വാഹനങ്ങളുണ്ട്. അതെല്ലാം തന്നെ താൻ ഇങ്ങനെ ഒരു ക്രൈസ് കൊണ്ട് വാങ്ങുന്നു എന്നതെല്ലാം തന്നെ ദുൽഖർ നൽകിയിട്ടുണ്ട്. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഇതിൽ പിടിച്ചെടുത്ത നിസാൻ പെട്രോൾ കാർ ആ സിനിമയുടെയും ഭാഗമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റംസ് കമ്മീഷണർ അടക്കമുള്ളവർ ദുൽഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ദുൽഖർ ഇവിടെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ചേർന്ന്. ഏതാണ്ട് 1 മണിക്കൂറോളം ദുൽഖർ ഓഫീസിലുണ്ടായിരുന്നതിന് ശേഷമാണ് ഡാനി. ശരി, ഏതായാലും ആ വിഷയത്തിൽ ദുൽഖർ സൽമാന് ഇനിയും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.